അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കാണിച്ചു തരുന്നത്. എന്നുവെച്ചാൽ അധികം സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് കണ്ടാലോ. അതിനായിട്ട് നമ്മൾ ആദ്യം ഉപ്പ്, മുളക്, മഞ്ഞൾ, ചിക്കൻ മസാലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ നമ്മൾ സാധാ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നല്ലോണം ആയ സമയത്ത് നമുക്കിത് കോരി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ പാനിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട്, നമ്മളിപ്പോൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിക്കുക. ഓയിലാണെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അത് ഒഴിച്ച് കൊടുക്കുക. ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 വലിയുള്ളിയും പിന്നെ 2 തക്കാളി, പിന്നെ 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയാണ് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുറിച്ച് വെച്ച് വലിയുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പൊരിച്ച എണ്ണയിൽ തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് ഇളക്കിയതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് കുറച്ചൊന്ന് വേവാൻ വേണ്ടി ഇത് മൂടി വയ്ക്കണം. അപ്പോൾ ഇത് മൂടി വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും തീ കൂട്ടി വെക്കാൻ പാടില്ല. തീയിൽ തീരെ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് തീ കൂട്ടി വെച്ച് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയത്തേക്ക് തുറന്ന് നോക്കി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇതിലൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിന് ചിക്കൻ മസാലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചിട്ടെടുക്കാം. ശരിക്കും തീ കുറച്ച് നമ്മളിങ്ങനെ മൂടി വെക്കുമ്പോൾ നല്ലോണം ഒന്ന് ആയി കിട്ടും. അപ്പോഴേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ അതും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സായി കൊടുക്കുമ്പോൾ നമ്മളെ നല്ലൊരു അവൻ്റെ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഇളക്കിയതിന് ശേഷം എന്നോട് ആദ്യം ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഒഴിച്ച് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം പൊരിച്ചിട്ട് വെക്കുന്നുണ്ടല്ലോ, അതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.